തൃശൂരിൽ ഫ്ലെക്സ് ബോർഡ് തകർന്നു വീണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വടക്കഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ മുന്നിലേക്ക് ഫ്ലെക്സ് ബോർഡ് വീഴുകയായിരുന്നു. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഈ കോടതി വിധിയൊക്കെ നിലനിൽക്കെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നിർബാധം അവിടെവിടങ്ങളിലായി സ്ഥാപിക്കുന്ന സ്ഥിതി തുടരുക തന്നെയാണ്. ഈ കുട്ടി തലനാരിഴയ്ക്കാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകാനുള്ളത്? അഖില, തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ജംഗ്ഷനിൽ വെച്ചാണ് അപകടം നടക്കുന്നത്. ഇന്ന് രാവിലെ 9:30 വിദ്യാർത്ഥിനി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് സമീപത്തേക്ക് നിലം പതിക്കുന്നത്. രാവിലെ 9:30 സംഭവം. വിദ്യാർത്ഥിനി നടന്നു പോകുമ്പോൾ ഈ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് തകർന്നു വീണത്. മഴവെള്ളം കെട്ടി നിന്ന് അപകടാവസ്ഥയിലായ ഫ്ലെക്സ് ബോർഡ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വന്നിരുന്ന വിദ്യാർത്ഥി അത്ഭുതകരമായി തലനാരിഴയ്ക്ക് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ അത് വലിയ അപകടമായി, വലിയ ദുരന്തമായി മാറിയേനെ. ഏതായാലും അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥി ആരെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. ഏതായാലും കുട്ടി അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ മഴവെള്ളം കൂടി കെട്ടിനിൽക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആവശ്യമാണ് എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ അടക്കം ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. അഖില, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.